എന്തിനാ ഈ കോൺഗ്രസും BJP രണ്ട് പാർട്ടിയായിട്ടിരിക്കുന്നത്? നിങ്ങൾ ഏക ഒറ്റ പാർട്ടിയാകണം. അല്ല പിന്നെ ഇങ്ങനെ വർത്താനം പറയും. ഞങ്ങൾ എവിടെയും പോയി ഉറക്കത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന പോലെ പാതിരാത്രിയിൽ പോയിട്ട് ഏതെങ്കിലും തരത്തിൽ രഹസ്യമായി ബന്ധങ്ങൾ ഉണ്ടാക്കിയതല്ല. അഡ്വക്കേറ്റ് അനിൽകുമാർ, നേരത്തെ ശ്രീ രാജു പിനാർ അങ്ങോട്ട് ചോദിച്ചൊരു കാര്യം, NSSന് ഇരുട്ടിന്റെ മറവിൽ പോയി പുരോഗമന സമൂഹത്തെ വഞ്ചിച്ച് ഇരുട്ടിന്റെ മറവിൽ എണ്ണ നിരങ്ങി കൊടുത്ത് ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് എന്താണ് എന്നാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പ്രേതം ബഹുമാനപ്പെട്ട രാജു പി നായരെ ആവാഹിച്ചു എന്നുള്ളത് ഉറപ്പാണ്. അല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ആയിരിക്കും അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. എന്തൊരു ഭാഷയാണ്! കേരളത്തിലെ ഒരു സമുദായ സംഘടന ഒരു വിഷയത്തിനകത്തൊരു നിലപാട് സ്വീകരിച്ചു. അത് ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. അവർ കേരള സർക്കാരിൻ്റെ രാഷ്ട്രീയമായ ഏതെങ്കിലും നിലപാട് അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ അവരൊരു നിലപാട് പറഞ്ഞു. അതിലവർ പറഞ്ഞത് ശബരിമലയുടെ വികസനത്തിന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ആ വികസനത്തിൻ്റെ കാര്യത്തിൽ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന കേരളത്തിലെ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ഒരു സംഗമത്തോട് ഞങ്ങൾ സഹകരിച്ചു. 31 സംഘടനകളാണ്, വിവിധ സമുദായ സംഘടനകളാണ് അവിടെ വന്നത്. അതൊരു ഭാഗം. അതേസമയം NSSനെ ആക്രമിച്ച തിണ്ണനിരങ്ങി ഭാഷയുടെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ പന്തള സംഗമത്തെ എതിർത്തോ? വാവരെ തീവ്രവാദിയാക്കിയ വാവരസ്വാമിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിയ ആദ്യത്തെ ലോകത്തെ ഭീകരനാണെന്ന് പറയുന്ന തരത്തിൽ ഒരു പന്തളവും വർഗീയ സംഗമത്തെ ഒരു വരി കൊണ്ട് അദ്ദേഹം എതിർത്തോ? അദ്ദേഹം എന്നിട്ട് പറയുകയാണ് കേസ് പിൻവലിച്ചില്ല. ആരുടെ പേരിൽ? സംഘപരിവാരം ശക്തികളുടെ പേരിൽ. ബോംബെറിഞ്ഞതിൻ്റെ കേസ്, ശബരിമലയിൽ വിശ്വാസികളുടെ തലയിൽ തേങ്ങ എറിഞ്ഞ കേസ്, വത്സൻ തില്ലങ്കേരി നമ്മുടെ അയ്യപ്പന് മുന്നിൽ തിരിഞ്ഞു നിന്ന് 18-ാം പടിയിൽ നിന്ന് പ്രസംഗിച്ച കേസ്. ആ കേസൊന്നും പിൻവലിച്ചില്ല എന്ന് കോൺഗ്രസിൻ്റെ പരിതാപമാണ്. എന്തിനാ ഈ കോൺഗ്രസും BJP രണ്ട് പാർട്ടിയായിട്ടിരിക്കുന്നത്? നിങ്ങൾ ഏക ഒറ്റ പാർട്ടിയാകണം. അല്ല പിന്നെ ഇങ്ങനെ വർത്താനം പറയും. ഒരു വാക്കുകൊണ്ട് പോലും പന്തളത്തെ അയ്യപ്പ സംഗമം തെറ്റാണ്, അത് അയ്യപ്പ സംഗമമായിരുന്നില്ല, വർഗീയ സംഗമമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഇതിൽ യാഥാർത്ഥ്യം എന്താണ്? ഈ രണ്ടു കൂട്ടരും ഈ കോടതി വിധി വന്നപ്പോൾ സ്ത്രീകൾക്ക് മല ചവിട്ടാമെന്ന് ഫ്രണ്ട് പേജിൽ അച്ചടിച്ചൊരു ജന്മഭൂമിയുണ്ട്. ജന്മഭൂമി നിരോധിച്ചോ? BJPക്ക് ജന്മഭൂമിയായിട്ട് ബന്ധമില്ലേ? ഭയ്യാജി ജോഷിയായിട്ട് ബന്ധമില്ലേ? രാജഗോപാലുമായിട്ട് ബന്ധമില്ലേ? രാഹുൽ ഗാന്ധി ആരാണെന്ന് അറിയില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു കിടക്കുന്നത്. രാഹുൽ ഗാന്ധി ശബരിമലയെക്കുറിച്ച് വിധി അറിഞ്ഞിട്ടില്ല, മിണ്ടിയിട്ടില്ല. സുവർണാവസരം ശ്രീധരൻപിള്ളി ഉണ്ടല്ലോ, ഗവർണറായിപ്പോയ ആൾ. ഇതൊക്കെ നമ്മുടെ കേരളം കണ്ടില്ലേ? അത് വികാരപരമായി കാര്യങ്ങളിൽ നിന്നൊരു കാലം. ഇപ്പോൾ വിവേകത്തിൻ്റെ കാലമാണ്. ഈ വികാരത്തിൽ നിന്നും വിവേകത്തിലെത്തിക്കപ്പോൾ 6 കൊല്ലം കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു. ഞങ്ങൾ എവിടെയും പോയി ഉറക്കത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന പോലെ പാതിരാത്രിയിൽ പോയിട്ട് ഏതെങ്കിലും തരത്തിൽ രഹസ്യമായി ബന്ധങ്ങൾ ഉണ്ടാക്കിയതല്ല. അങ്ങനെ ഒരു പ്രതിഫലം ആഗ്രഹിക്കുന്നൊരു സംഘടനയല്ല NSS. ഏതെങ്കിലും അത്തരം പ്രതിഫലം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമാണ് NSS എന്നാണോ കോൺഗ്രസിൻ്റെ ധാരണ? അതിൻ്റെ ചരിത്രത്തിലും അതിൻ്റെ പാരമ്പര്യത്തിലും അത്തരമൊരു പ്രസ്ഥാനം അത്തരം ഒരു ഡിമാൻഡുകളും വെക്കുന്ന പ്രസ്ഥാനമല്ല എന്നാണ് ഞങ്ങളുടെ ബോധ്യം. 9 കൊല്ലക്കാലത്തെ LDFൻ്റെ ബോധ്യം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, NSS അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടൊരു കാര്യം എന്താണ്? ഞാനിവിടെ പറഞ്ഞു, ഈ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ആചാരങ്ങൾ ലംഘിക്കാൻ നിലപാട് സ്വീകരിച്ചത് സർക്കാരിന് എതിരായിട്ടാണല്ലോ. സർക്കാരിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അന്ന് പ്രതിഷേധത്തിൽ നിന്ന് മാറി നിൽക്കാൻ NSS തയ്യാറാകാതിരുന്നതും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നിലപാടുകളുടെ പേരിലായിരിക്കുമോ? അതെ, അത് മനസ്സിലാക്കേണ്ട കാര്യം, NSS ആ സന്ദർഭത്തിൽ കേസിൽ കക്ഷിയാണ്. അവരാ കേസിൽ സ്ത്രീ പ്രവേശനത്തിൻ്റെ കേസിൽ അന്ന് ജയിച്ചില്ല. റിവ്യൂ ഹർജിയുമായി NSS തന്നെ പോയി. അപ്പോൾ സുപ്രീം കോടതിയുടെ ജഡ്ജി ചോദിക്കുന്നത് എന്താണ്? ഇത് നടപ്പാക്കിയില്ല ഇതുവരെ. ഇതല്ലേ ജഡ്ജി എവിടെ ചോദിച്ചത്? സ്റ്റേ അനുവദിച്ചോ? സ്വാഭാവികമായി NSS പ്രതിഷേധത്തിലേക്ക് പോയി. അത് അവരുടേതായ ഉത്തമ ബോധ്യമാണ്. അതിനവർക്ക് അവകാശമുണ്ട്. അവർ നാമജപ ഘോഷയാത്ര നടത്തി. പ്രശ്നം എന്താണ്? നിലപാടെടുക്കുമ്പോഴും സ്വാഭാവികമായും സർക്കാരിന് NSSുമായി അപ്പോഴും ആശയവിനിമയം നടത്താം. ഈ പറയുന്ന ഈ VN വാസവനും അടക്കമുള്ള നേതാക്കൾ എല്ലാവരും അന്നും ഉണ്ടല്ലോ. അപ്പോൾ അന്നും വേണമെങ്കിൽ ആശയവിനിമയം, ഞങ്ങളെ വിശ്വസിക്കൂ, നിങ്ങൾ സമരത്തിൽ നിന്ന് പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറൂ, ഞങ്ങൾ അവിടെ ആചാര ലംഘനം നടത്തില്ല എന്ന് പറയാമല്ലോ. അങ്ങനെ പറയുന്ന സർക്കാരിനെ NSSന് വിശ്വാസത്തിലെടുക്കാമല്ലോ. ഇത് രണ്ടും അന്ന് സാധ്യമായിരുന്നില്ല. അഡ്വക്കേറ്റ് അനിൽകുമാർ,
അവിടെയാണ് ബഹുമാനപ്പെട്ട മാധു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 10 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം വിലക്കിയ ഒരു കോടതി വിധി ഉണ്ടായി. അത് ജസ്റ്റിസ് പരിപൂർണൻ്റെ കോടതി വിധിയാണ്. ആ കോടതി വിധി അതിനുശേഷം വന്ന UDF സർക്കാരും അതിനുശേഷം അധികാരത്തിൽ വന്ന LDF സർക്കാരും നടപ്പാക്കിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞപ്പോൾ ആചാരലംഘനം അനുവദിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് ആര് ചോദിക്കുന്നു? ബഹുമാനപ്പെട്ട മാധു ചോദിക്കുന്നു. അപ്പം തലയ്ക്ക് മേലെ ഒരു സാധനം ഇരിപ്പുണ്ട്, സുപ്രീം കോടതി വിധി. ഇപ്പം സുപ്രീം കോടതി വിധി നമ്മുടെ തലയിലില്ല. നമ്മുടെ തലയിൽ ആ വിധി ഇല്ലാത്തടത്തോളം കാലം സർക്കാർ എന്ത് ചെയ്തു? ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആചാരം ലംഘിച്ചു കളയാം എന്ന് കരുതി അന്നു തന്നെ സഖാവ് കൊടിയേരി വ്യക്തമാക്കി. ഞങ്ങൾ LDF പ്രവർത്തകർ, ഞങ്ങളുടെ വനിതാ പ്രവർത്തകർ വനിതാ മതിലിൽ പോകും, ശബരിമലയിലേക്കില്ല. അതാണ് ഞങ്ങളുടെ നയം. ഇപ്പോഴും ഞങ്ങളുടെ നയം അതാണ്. ഞങ്ങൾ തുല്യതയ്ക്ക് വേണ്ടി നിൽക്കും. പക്ഷേ ശബരിമലയിലെ ആചാരവുമായി ബന്ധപ്പെട്ട് എന്താണോ കോടതി പറയുന്നത്, ആ കോടതി പറയുന്നത് അനുസരിക്കും. സർക്കാർ എടുക്കുന്ന നിലപാടുകളെ NSSന് പൂർണ്ണ വിശ്വാസമാണ് എന്നുള്ളത്. ആ വിശ്വാസം അന്നില്ലാതെ പോയ സാഹചര്യം എന്താണ് എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അതാണ് കൃത്യമായ മറുപടി. ഇന്ന് കോടതി വിധിയില്ല. എന്താണോ NSSന് അരോചകമായി വന്ന കോടതി വിധി, ആ കോടതി വിധി ഇന്ന് പ്രാബല്യത്തിലില്ല. അത് നടപ്പാക്കേണ്ട ഒരു ബാധ്യതയും LDF സർക്കാരിനില്ല. അതുമാത്രമല്ല, അത് ഏതെങ്കിലും തരത്തിൽ നടപ്പാക്കാൻ LDF രാഷ്ട്രീയമായി മുൻകൈ എടുത്തില്ല. ഭരണബാധ്യതയുണ്ട്, രാഷ്ട്രീയ മുൻകൈയില്ല. ഈ ബോധ്യം വന്നപ്പോൾ NSS അടക്കമുള്ള എല്ലാവരെയും ഞങ്ങൾ ബോധ്യപ്പെടുത്തിയത് മാത്രമല്ല, ഇവിടുത്തെ വിശ്വാസ സങ്കേതങ്ങൾ ഈ 9 കൊല്ലക്കാലത്തിനിടയ്ക്ക് അതിന് അഭിവൃദ്ധി ഉണ്ടാവുകയല്ല ചെയ്തത്. ശബരിമലയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയില്ല ചെയ്തത്. അവിടേക്ക് ശബരി തീവണ്ടിപ്പാത പോലും ഭരിക്കാതെ സ്വാമിയെ ആ നരേന്ദ്രമോദി NSS വിചാരിക്കാത്തത് കൊണ്ട് NSS ഇപ്പോൾ വിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ളത്. ഇപ്പോ അന്ന് അങ്ങനെ ഒരു വിധി വന്ന സമയത്ത് NSS അത്തരം വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ NSSന്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സർക്കാർ ചെയ്യാമായിരുന്നുവെങ്കിലും സർക്കാർ ചെയ്തില്ല എന്നുള്ളതാണ്. അതായത് അന്നു തന്നെ അങ്ങനെ ഒരു നിലപാട് NSSന് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്ത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് രാജു പി നായർ ചോദിച്ചത്, നിങ്ങൾ കേരള സമൂഹത്തിന് മുന്നിൽ അല്ലാതെ ഇരുട്ടിൽ വെച്ച് എന്തെങ്കിലും ഒത്തുതീർപ്പും ധാരണയും ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നത്. അതെ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചത്ത് തലയിൽ മുണ്ടിട്ട് ചെന്ന് ഏതെങ്കിലും കാര്യം സാധിക്കാവുന്ന സങ്കേതങ്ങളല്ല നമ്മുടെ നാട്ടിലെ അഭിമാനമായി പ്രവർത്തിക്കുന്ന സമുദായ സംഘടനകളുടെ കേന്ദ്രങ്ങൾ. അവിടെയൊന്നും ഇടതുപക്ഷ ജനാധിപത്യമുന്നണി അത്തരമൊരു ദൗത്യം നിർവഹിക്കുന്നവരുമല്ല. ഇവിടെ എൻ്റെ ചോദ്യം ഇതാണ്. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യം എന്താണ്? ഇവിടെ നിയമനിർമ്മാണം നടത്തും പാർലമെൻറ്റിൽ എന്ന് പറഞ്ഞ വീരന്മാരാണ് RSS അല്ലെങ്കിൽ BJP. അവരോട് പോയി 2 കോൺഗ്രസ് ഇതൊരു തരമായി കിട്ടിയിട്ട് പറ്റിച്ച് നടക്കല്ലേ, കള്ളത്തരം കാണിച്ച് നടക്കല്ലേ. കള്ളക്കളി നടത്തിയ 2 കൂട്ടരുടെയും കള്ളത്തരം അവർ മനസ്സിലാക്കി. അതേസമയം സത്യസന്ധമായി ഒരു വിധിയുടെ ബാധ്യത കൊണ്ട് മാത്രം ഇക്കാര്യത്തിൽ ബാധ്യസ്ഥമായി പോയ ഭരണഭാരം ഞങ്ങൾക്കുണ്ടായതിനപ്പുറത്ത് ഞങ്ങളുടെ ഭാഗത്ത് മറ്റൊരു കാര്യമില്ല എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവ് പൊതുസമൂഹത്തിനുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. LDFന് ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് ഞങ്ങൾ അധികാരത്തിലിരുന്ന് 9.5 കൊല്ലക്കാലം കഴിയുമ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന സാധനത്തിലേക്കല്ല കേരളം പോകുന്നത്. എന്തുകൊണ്ടാണ് പോകാത്തത്? ഞങ്ങൾക്ക് അനുകൂലിക്കുന്നവരോ എതിർക്കുന്നവരോ നോക്കാതെ എല്ലാവർക്കും നീതി കൊടുക്കുന്ന സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നീതിയുടെ ബോധ്യമാണ് NSSൻ്റെയും മറ്റു സമുദായ സംഘടനകളുടെയും പങ്കാളിത്തം അയ്യപ്പ സംഘത്തിൽ ഉറപ്പാക്കിയത്. മറുഭാഗത്ത് കേരളത്തെ കാത്തിരിക്കുന്ന വാവുളർക്കുന്ന ഭീകരവാദം, ആ ഭീകരവാദമാണ് RSS മുന്നോട്ട് വെക്കുന്നത്. എന്നിട്ട് വാവൂരുസ്വാമിയുടെ സങ്കല്പത്തെ ഇല്ലാതാക്കുന്നു, തത്വമസിയെ തകർക്കുന്നു. ശബരിമലയുടെ ചൈതന്യം എന്ന് പറയുന്ന തത്വമസിയാണ്. ആ തത്വമസിക്കകത്ത് ഉൾച്ചേർന്നിരിക്കുന്നതാണ് അയ്യപ്പന്റെ കാവലാളായ വാവർ. അവിടെ വാവൂരിനുമായിട്ട് എഴുതുന്ന RSS ഉണ്ട്, RSSന് എതിർക്കാത്ത കോൺഗ്രസും ഉണ്ട്. ഈ ചർച്ചയിൽ സംസാരിച്ചിട്ടേ ഇല്ല. കോൺഗ്രസിന്റെ പ്രതിനിധി വാവൂരിനെ കുറിച്ച് പറഞ്ഞില്ല, കോൺഗ്രസിന്റെ പ്രതിനിധി വാവൂരിനെ എതിർത്തില്ല. എന്തതിനർത്ഥം? ഇവർ വാവൂരസ്വാമിയുടെ കൂടിയല്ല, ഇവർ അയ്യപ്പസ്വാമിയുടെ കൂടിയല്ല എന്നല്ലേ വിശ്വാസികൾ മനസ്സിലാക്കുക.